ഹലോ യൂട്യൂബ് നമസ്കാരം. ദിസ് ഇസ് നന്ദൻ ആൻഡ് വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് വ്ളോഗ്സ്. ഇന്ന് ഓഗസ്റ്റ് 15. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരെയാണ്. സോ ഇന്ന് ഒഴിവ് ദിനം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ മലയാളത്തിലും തമിഴിലൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ വാഴ, അതേപോലെ നുണക്കുഴി, പിന്നെ മനോരഥകൾ OTT റിലീസാണ്. തങ്കലാൻ തമിഴിൽ നിന്ന് വലിയൊരു പടം ഇറങ്ങുന്നുണ്ട്. സോ എല്ലാവരും സിനിമാ പ്രേമികളായ എല്ലാവരും ഒഴിവ് ദിനങ്ങൾ ആയതുകൊണ്ട് തന്നെ റിവ്യൂ പറയാനും അതുപോലെ കാണാനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കുള്ള ദിവസങ്ങൾ ഓടി ഓടി കാണുന്നുണ്ട് എല്ലാം. സോ അതിനിടയ്ക്ക് ഞാനും ഒന്ന് രണ്ട് പടങ്ങൾ, അതായത് ഫസ്റ്റ് ഞാൻ തെരഞ്ഞെടുത്തത് മനോരഥങ്ങളാണ്. സോ OTT വന്നുകൊണ്ട് തന്നെ മനോരഥങ്ങളിൽ 2 എപ്പിസോഡ്, ഫസ്റ്റ് എപ്പിസോഡും രണ്ടാമത്തെ എപ്പിസോഡും ഞാൻ കണ്ടു. സോ ഇനിയിപ്പോ വാഴ കാണണം, തങ്കലാൻ കാണണം, നുണക്കുഴിയൊക്കെ കാണണമെന്നുണ്ട്. സോ അത് പുറകെ പുറകെ വരും. എന്തായാലും നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്, വെയിറ്റ് ചെയ്യുക. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 പടങ്ങൾ, നമ്മുടെ മമ്മൂട്ടി അതേപോലെ മോഹൻലാൽ, ലാലേട്ടനും മമ്മൂക്കയും അവതരിപ്പിച്ച നമ്മുടെ MT വാസുദേവൻ നായരുടെ 9 സീരീസുകളായിട്ട് 9 കഥകളിലായിട്ട് ഇറങ്ങുന്ന ഒരു ആന്തോളജി മനോരഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, OTT റിലീസ് ആയിട്ടുണ്ട്. സോ അതിൽ 2 പടങ്ങൾ ഞാൻ കണ്ടു. ഒന്ന് ഓളവും തീരവും എന്നുള്ള നമ്മുടെ ലാലേട്ടനും ദുർഗാകൃഷ്ണയൊക്കെ അഭിനയിച്ച ഓളവും തീരവും കണ്ടു. രണ്ടാമത് നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച കടുകണ്ണാവ ഒരു യാത്രാക്കുറിപ്പ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സംഭവം കൂടി ഞാൻ കണ്ടു. ഈ 2 സാധനങ്ങളാണ് കണ്ടത്. സോ ഇത് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ 9 ഒരുമിച്ച് പറയണം, അല്ലെങ്കിൽ ഓരോന്നായിട്ട് പറയണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഓരോന്നായിട്ടും ഒരുമിച്ചായിട്ടും പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് രണ്ട് എപ്പിസോഡായിട്ട് ഇങ്ങനെ രണ്ടെണ്ണം കണ്ട് അത് പറയുമ്പോൾ സംഭവം നമുക്ക് കുറച്ച് ലെങ്തി ആവില്ല. ഏതായാലും 2 പറയാനുള്ള സംഭവങ്ങളും കൂടി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 2 സീരീസ് 2 എപ്പിസോഡ് വെച്ച് പറയാന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലാലേട്ടന്റെ ഓളവും തീരവും സിനിമ വെച്ച് തുടങ്ങാം. ആക്ച്വലി 1970 ഓളവും തീരവും എന്ന് പറഞ്ഞ ഒരു സിനിമ മലയാള സിനിമയിൽ ഇറങ്ങി. അതാണ് ഒറിജിനൽ വേർഷൻ. അത് 1970 മധുസാറിൽ അഭിനയിച്ച, മധുസാർ ഉണ്ടായിരുന്നു, ഫിലോമിന, ഉഷാനന്ദിനി എന്ന് പറഞ്ഞ ഒരു നടി, PN മേനോനായിരുന്നു സംവിധാനം. അതേപോലെ ജോസ് പ്രകാശ് ഒക്കെ ആയിരുന്നു ഇതിൽ ഒരു വില്ലൻ കഥാപാത്രമൊക്കെ ആയിട്ട് വന്നത്. സോ അതിന്റെ ആ ഒരു സിനിമയുടെ ഒരു വേർഷൻ എന്നല്ല, ആ ഒരു കഥയിലെ ഒരു ചുരുക്കം പറയലാണ് ഈ ഒരു 2024 ഇപ്പൊ മനോരഥങ്ങൾ നമ്മൾ കാണുന്ന ഓളവും തീരവും. അപ്പൊ ഇതിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു സംഭവത്തിന്റെ എന്താണോ ആ കഥയുടെ ഒരു ചുരുക്കം പറച്ചിൽ ഇതിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇതിൽ നമുക്ക് ലാലേട്ടനാണ് മധുസാറിന്റെ കഥ, മധുസാർ ചെയ്ത കഥാപാത്രം, ബാപ്പൂട്ടി എന്ന കഥാപാത്രം മോഹൻലാലാണ് ചെയ്തത്, നമ്മുടെ ലാലേട്ടനാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഉഷാനന്ദിനി ചെയ്ത കഥാപാത്രമായിട്ട് നബീസ എന്ന കഥാപാത്രമായ ദുർഗാകൃഷ്ണയുണ്ട്, മാമുക്കോയുണ്ട്, അതേപോലെ ഹരീഷ് പിഷാരടി ഉണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇതില്. സോ ഇത് സംഭവം 1970s നമ്മൾ എങ്ങനെയാണ് ഒരു കഥ പറച്ചില്, നമ്മൾ 1970s 80s കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു കാലഘട്ടം നടക്കുന്ന ഒരു പ്രണയ കഥ അതിൽ ചെറിയൊരു പെട്ടെന്നൊന്ന് പറഞ്ഞു തീർത്തതാണ് ഈ ഒരു സംഭവം തീരും. അത് ഞാൻ ആക്ച്വലി ഈ ഒരു പടം അല്ലെങ്കിൽ മനോരഥങ്ങൾ റിലീസാവുന്ന സമയത്ത്, അതിന്റെ അനൗൺസ്മെന്റ് വരുന്ന സമയത്ത് അതിന് ചെറിയ ഗ്ലിംസ് ഒക്കെ കാണിക്കുമല്ലോ. അപ്പൊ നിനക്ക് തോന്നി ഇത് ലാലേട്ടന്റെ ഒരു മുസ്ലിം കഥാപാത്രമാണ്. ആ മുസ്ലിം കഥാപാത്രം ആ ഒരു കാലഘട്ടത്തിലെ ഭാഷ സംസാരിക്കണം, അതേപോലെ ആ കാലഘട്ടം കറക്റ്റായിട്ട് കാണിക്കണം. അപ്പൊ അതിന്റെ സംഭാഷണം കാര്യങ്ങളും ആ രീതിയിലായിരിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത് പ്രിയദർശനാണ് സംവിധാനം. അപ്പൊ ലാലേട്ടൻ ഇത്തരം ഈ മുസ്ലിം ഭാഷ സംസാരിക്കുന്ന സമയത്ത് ലാലേട്ടന് ചെറിയൊരു, നമുക്ക് ഈ അറബിക്കള്ള സിനിമയിലൊക്കെ കണ്ടതാണ്. അപ്പൊ അതില് ചെറിയൊരു വിമുഖത അല്ലെങ്കിൽ ചെറിയൊരു കുഴപ്പം അതിലുണ്ട്. പിന്നെ പ്രിയദർശന സംവിധാനം ശരിയാവോ എന്നുള്ളൊരു സംശയം എന്നിലുണ്ടായിരുന്നു. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ 45 മിനിറ്റ് 50 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നൈസായിട്ട് ആ ഒരു നമുക്ക് അങ്ങനത്തെ ഒരു തോന്നാത്ത വിധത്തില്, അല്ലെങ്കിൽ നമുക്കതിൽ കുറ്റം പറയാനില്ല. ഈ സിനിമ കണ്ട് കഴിയുന്ന സമയത്ത് നമുക്ക് കുറ്റം പറയാനില്ല. എല്ലാവരും നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രിയദർശനം നല്ല രീതിയിൽ ആ കാലഘട്ടം കാണിക്കുന്നതായിരിക്കട്ടെ, അല്ലെങ്കിൽ അവരെ മേക്കപ്പ്, ആ ഒരു എന്താണ് മൊത്തത്തിലുള്ള ഒരു അറ്റയർ, അല്ലെങ്കിൽ മൊത്തത്തിലൊരു കാലഘട്ടം ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നത് ആ ഒരു ഇതിൽ കംപ്ലീറ്റ് 100% നമുക്ക് അത് കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ ചെറിയ ഈ പണ്ടത്തെ 1970s ക്യാമറ വെക്കുന്ന ഒരു ആംഗിളൊക്കെ ഉണ്ട്. അതേപോലെ മേക്കപ്പ് ആണെങ്കിലും എല്ലാം 100 ഔട്ട് ഓഫ് 100 നമുക്കത് കറക്റ്റ് പിടിച്ചിട്ടാണ്, ആ ഒരു റേഞ്ച് പിടിച്ചിട്ടാണ് പ്രിയദർശൻ ഇത് പടം ചെയ്തിട്ടുള്ളത്. സോ 45 മിനിറ്റേ ഉള്ളൂ, 50 മിനിറ്റേ ഉള്ളൂ. കുറെ കഥാപറച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല. പെട്ടെന്ന് കാണിച്ചു, കഥാപാത്രം കണ്ടു, പെട്ടെന്ന് കഥയിലേക്ക് കടന്നു, പെട്ടെന്ന് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പറയാനോ അല്ലെങ്കിൽ 2.5 മണിക്കൂർ സിനിമ കാണുന്ന പോലെയൊന്നും അല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ കാണാൻ രസമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെയാണ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തത് കൊണ്ട് തന്നെ ശരിക്കും ആ കാലഘട്ടം അതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ മേക്കപ്പും കാര്യങ്ങളും എല്ലാം, ആ ഒരു ഭാഷയും, പ്രത്യേകിച്ച് ആ മുസ്ലിം ഭാഷ, മലബാറിൻ ഭാഷ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിലൊന്നും കുറ്റം നമുക്ക് ഇതെന്താണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. ലാലേട്ടനാണെങ്കിലും
ദുർഗാകൃഷ്ണയാണെങ്കിലും ദുർഗാകൃഷ്ണയൊക്കെ നല്ല ആ മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് കറക്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മാമുക്കയൊക്കെ എനിക്ക് തോന്നുന്നു ഡബ് ചെയ്താന്ന് തോന്നുന്നു. ആ കാലത്ത് അദ്ദേഹത്തെ വയസ്സായി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പാണോ എനിക്ക് തോന്നുന്നു മരിച്ചു കഴിഞ്ഞിട്ട് ആയിരിക്കും ഡബിങ് ചെയ്തിട്ടുണ്ടാവുക. സോ അതുകൊണ്ടായിരിക്കാം. പിന്നെ ഹരീഷ് പിഷാരടി ഉണ്ട്. ഹരീഷ് പിഷാരുടെ മേക്കപ്പ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. സോ ഇത് എനിക്ക് 45 മിനിറ്റ് കഴിഞ്ഞപ്പം ആ ഒരു പണ്ട് ചെയ്തു വെച്ച ആ ഒരു ഓളവും തീരും സിനിമയോട് അതിന്റെ യാതൊരുവിധ സത്തും കുറഞ്ഞു പോകാതെ തന്നെ ഇത് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് നൈസായിട്ട് ഡീസന്റ് ആയിട്ട് പ്രിയദർശനും മോഹൻലാലും ബാക്കിയുള്ളവരും ഒക്കെ നൈസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ നൈസായിട്ട് ഓളവും തീരവും എടുത്തു വെച്ചിട്ടുണ്ട് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്തെ സീരീസ് കണ്ടു. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പോയപ്പോൾ നമ്മുടെ ലാലേട്ടൻ കഴിഞ്ഞ പിന്നെ ഈ രണ്ട് സിനിമകളും ലാലേട്ടൻ മമ്മൂക്ക അത് കഴിഞ്ഞ് നമുക്ക് വേറെ നോക്കുക എന്ന രീതിയിലായിരുന്നു. നേരെ തിരിച്ച് ലാലേട്ടൻ കഴിഞ്ഞ് നമുക്ക് നേരെ മമ്മൂക്കയിലേക്ക് വന്നു. കടുകണ്ണാവ ഒരു യാത്രാക്കുറിപ്പ് എന്നാണ് ഇതിന്റെ സിനിമ. ഈ സിനിമയുടെ പേര് കടുകണ്ണാവ എന്ന് പറയുന്നത് ഒരു സിലോൺ, പണ്ടത്തെ സിലോൺ, ഇപ്പോഴത്തെ ശ്രീലങ്ക, കൊളംബോ എന്ന് പറയുന്ന പോലെ അതിലത്തെ ഒരു സ്ഥലമാണ്. ഒരു പഴയ ഒരു കുപ്രദേശം, അങ്ങനത്തെ ഒരു പ്രദേശമാണ് കടുകണ്ണാവ. സോ കടുകണ്ണയെ സംബന്ധിച്ച് ഉള്ള ഒരു സിനിമ. ഞാൻ പെട്ടെന്ന് നോക്കിയ സമയത്ത് ഇത് സിനിമ ഒന്നും പറയാൻ പറ്റൂല, ഒരു ഷോർട്ട് ഫിലിം ആണോ എന്നാൽ ഷോർട്ട് ഫിലിമിനെക്കാളും സമയക്കുറവില്ല. ഒരു 29 മിനിറ്റ് മാത്രമേ ഇല്ല. 29 മിനിറ്റ്. 29 മിനിറ്റിലും ഇതിലും കാണിക്കുന്നത് പണ്ടത്തെ 1940 കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടില്ല, 1980 90 ആവാം, മേ ബി 70 80 ആ ഒരു കാലഘട്ടം ആവാം. ആ രണ്ട് കാലഘട്ടം കാണിക്കുന്നുണ്ട്. 29 മിനിറ്റിൽ 29 മിനിറ്റ് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഇമോഷൻസ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആ കഥ പറയാൻ പറ്റും, എന്തൊക്കെ ആ കഥാപാത്രങ്ങളെ കൊണ്ട് പറയിപ്പിക്കും 29 മിനിറ്റിൽ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷെ ആ 29 മിനിറ്റും ശരിക്കും നമ്മളെ എന്തൊക്കെയോ ഒരു ഇമോഷൻസ് നമുക്ക് ഇട്ട് തന്നിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. അത് ആ കഥാപാത്രമായാലും അല്ലെങ്കിൽ ആ കാലഘട്ടം കാണിച്ചതായാലും 1940 50 ഉള്ള ആ വീടുകള്, ആ വീട്ടിന്റെ ഉള്ളിലെ സ്ത്രീജനങ്ങള്, ആ ഒരു കുടുംബം, അവരുടെ വേഷം കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മില്ലിമീറ്റർ പോലും അതിൽ കുറവോ ഇല്ല കൂടുതലും ഇല്ല, അങ്ങനെ വേണം പറയാൻ പറ്റും. ശരിക്കും നമുക്ക് ആ കാലഘട്ടം എന്താണെന്നില്ല കറക്റ്റ് 29 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ആ ഒരു സംഭവത്തിൽ തന്നെ നമുക്ക് കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ഭയങ്കര സൂപ്പറായിട്ട് ആ ഒരു കാലഘട്ടം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സംവിധായകൻ രഞ്ജിത്താണ് ഇത് ചെയ്തിട്ടുള്ളത്. സോ അതില് ഒരു കയ്യടി എന്തായാലും കൊടുക്കണം. പിന്നെ സംഭാഷണങ്ങളൊന്നും അധികം ഇല്ലേ ഇല്ല. പക്ഷെ ഓരോ ക്യാരക്ടറും വിനീതൊക്കെ ഉണ്ട്. വിനീതൊക്കെ മമ്മൂട്ടിയുടെ അച്ഛനായിട്ടാണ് ആ പഴയ കാലഘട്ടത്തിൽ കാണിക്കുന്നത്. സോ എനിക്ക് പേഴ്സണലായിട്ട് കടുകണ്ണാവ ഒരു യാത്രാക്കുറിപ്പാണ്. ഈ രണ്ട് ഓളവും തീരവും ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് കംപ്ലീറ്റ് സംഭവമാണ്. സോ പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഇമോഷൻസിനെയും അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയത് കടുകണ്ണാവ ഒരു യാത്രാക്കുറിപ്പ് തന്നെയാണ്. വളരെ അരമണിക്കൂർ മാത്രമേ ഇല്ല. ഞാനിത് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ ഭയങ്കര അതിശയപ്പെടുത്തി. ഞാൻ വിചാരിച്ചത് 45 മിനിറ്റ് 1 മണിക്കൂറെങ്കിലും ഉണ്ടാവും. ഈ 29 മിനിറ്റിനുള്ളിൽ ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്തി അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് കൺവേ ചെയ്യണമെങ്കിൽ അത് വളരെ ചില്ലറ പണിയല്ല. സോ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നി ഇത് ഒരു വലിയൊരു സിനിമയായിട്ട് ഒരു 2 മണിക്കൂറിലോ അറ്റ്ലീസ്റ്റ് ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ഉള്ള സിനിമയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിങ്ങനെ റിലാക്സ് ആയിട്ട് വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് മാറും എന്തായാലും. ആ പഴയ കാലഘട്ടവും അവരുടെ ജീവിതവും പിന്നെ സംഭാഷണങ്ങളൊന്നും അധികം ഇല്ലാത്ത ആ ഒരു സംഭവം അങ്ങനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടാ ഇത് കാണാൻ പറ്റും. പ്രത്യേക ഒരു മൈൻഡ് 29 മിനിറ്റാണ് നമുക്ക് പെട്ടെന്ന് പോകും. പക്ഷെ വലിയ സിനിമയായിട്ട് വന്നെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം, അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. സോ എന്റെ മനസ്സിന് എന്നിലുള്ള ഒരു പ്രേക്ഷകന്റെ മനസ്സ് നിറച്ച ഒരു 29 മിനിറ്റ് ആയിരുന്നു കടുകണ്ണാവ ഒരു യാത്രാക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെയും അല്ലെങ്കിൽ നമ്മുടെ രഞ്ജിത്തിന്റെയും ആ ഒരു അസാധ്യമായ ഒരു സംഭവം. സോ എനിക്ക് പേഴ്സണൽ ഒരു ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നതും ഈ പടം തന്നെയാണ്. മറ്റത് കുറവല്ല എന്നല്ല, രണ്ട് രീതിയിലുള്ള കഥ പറയുന്ന രണ്ട് സിനിമകളാണ്. പക്ഷെ എന്നെ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ട് എന്നെ ടച്ച് ചെയ്തത് എന്തോ ഒരു ഇഷ്ടം ഇതിലേക്ക് എനിക്ക് തോന്നുന്നു. സോ നിങ്ങൾ കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. സോ ഇനിയുള്ള 7 പടങ്ങളും ഞാൻ കാണും. മനോരഥങ്ങളിൽ 7 എപ്പിസോഡും ഞാൻ കാണും. സോ 2 എപ്പിസോഡായിട്ടാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. സോ വീണ്ടും നമ്മുടെ വാഴേന്റെയും അതേപോലെ തങ്കലാന്റെ ഒക്കെ റിവ്യൂ ആയിട്ട് ഞാൻ വരും. സോ കൂടെ ഉണ്ടാവണം. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് മീ അഗൈൻ ആൻഡ് പീസ്.